ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം മറികടന്ന ഉമ തോമസ് റെക്കോർഡ് സൃഷ്ടിച്ച് അശ്വമേധത്തിലേക്ക് 22,406 വോട്ട് എന്ന 2011 ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം ഉമാ തോമസ് മറികടന്നിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വിവരമാണ്. 25,000-ലേക്ക് ഉമാ തോമസിന്റെ ഭൂരിപക്ഷം കുതിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്ര ഭൂരിപക്ഷം എന്നാണ് അനീഷ് കുമാർ വിലയിരുത്തിയിരിക്കുന്നത്. അതായത് 22,481 വോട്ടെണ്ണി കഴിഞ്ഞിട്ടില്ല. 22,406 എന്ന ബെന്നി ബെഹനാന്റെ മണ്ഡലം ജനിച്ച വർഷം 2011 73.76 എന്നുള്ള റെക്കോർഡ് പോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പിൽ 22,406 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ ബെന്നി ബെഹനാനെയും പിന്തള്ളി ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിച്ചുകൊണ്ട് ഉമാ തോമസിന്റെ മുന്നേറ്റം തുടരുകയാണ്. 25,000-ലേക്ക് ഭൂരിപക്ഷം എത്താൻ ഇനി അതിൽ അത്ഭുതമില്ല. 20,000 ഒരുപക്ഷെ ഭൂരിപക്ഷം കടന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അത് UDF-ന് മുന്നിൽ വലിയ ചരിത്ര നിമിഷമാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ ചരിത്രമാണ്. ഇത്ര അധികം ഭൂരിപക്ഷത്തിൽ ഒരു UDF സ്ഥാനാർത്ഥി ജയിക്കുക എന്നുള്ളത്. നമുക്കറിയാം, പലവിധമായ വിഷയങ്ങൾ കടന്നുപോയ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളയിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഒക്കെ ഒരു വിലയിരുത്തലായി പ്രതിപക്ഷം ഇപ്പോൾ തന്നെ ഇതിനെ കണ്ടു കഴിഞ്ഞു. സ്വാഭാവികമായും ഇത്ര വലിയൊരു തിരിച്ചടി ഈ മണ്ഡലത്തിൽ LDF-ന് എങ്ങനെ ഉണ്ടായി എന്നത് ആ കേന്ദ്രങ്ങളുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഇനിയുള്ള നാളുകൾ നിലനിൽക്കുകയും ചെയ്യും. UDF-ന് നിർദ്ദശഞ്ജീവനി, LDF-ന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യവും തൃക്കാക്കര ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞെട്ടൽ തന്നെയാണ്. ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഒരു പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ച്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നമുക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ പ്രതിഷേധത്തിൻ്റെതുണ്ട്, ആഘോഷത്തിൻ്റെതുണ്ട്. ഈ പ്രതിഷേധ കേന്ദ്രങ്ങളിൽ LDF-ന്റെ പരാജയം, UDF വിജയമല്ല അവർ ആഘോഷിക്കുന്നത്. LDF-ന്റെ തോൽവിയാണ് കേരയിൽ വിരുദ്ധ സമരപന്തലിൽ മുന്നിൽ നാം കണ്ടത്. പക്ഷേ അതിന്റെ അർത്ഥം സംസ്ഥാനം ഒട്ടുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വിലയിരുത്താനോ മുൻവിധിയോടുകൂടി നീങ്ങാനോ പറ്റില്ല. എന്തായാലും ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ അത്യാവശ്യം വോട്ട് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും LDF-ന് തൃക്കാക്കര മുനിസിപ്പാലിറ്റി അവിടെയും ഈ ചോദ്യമാണ് നാം ആദ്യം ഉന്നയിച്ചത്. കാർത്തികിനോടും സജിത്തിനോടും അത് ഒരു ഘട്ടത്തിലും രാവിലെ പോളിംഗ് കൗണ്ടിംഗ് തുടങ്ങിയ ഒരു ഘട്ടത്തിലും ഉമാ തോമസ് പുറകിൽ പോയിരുന്നില്ല. ഭൂരിപക്ഷം ഓരോ നിമിഷവും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ഉമാ തോമസിനെയാണ് നമ്മൾ കണ്ടത്. അതിപ്പോൾ 25,000-ലേക്ക് അടുക്കുന്നു. 22,481 എന്ന നിലയിൽ ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷവും മറികടന്ന് 25,000-ലേക്ക് അടുക്കുന്നു. 25,000 കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് ഒരു 10,000 വോട്ടുകളൊക്കെ ഇനിയും എണ്ണിത്തീരാനുണ്ട്. സ്വാഭാവികമായും ഒരു 4,000-ഓ 5,000-ഓ 6,000-ഓ ഭൂരിപക്ഷം കൂടിയാലും ഇനി അത്ഭുതപ്പെടാനില്ല എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. 22,463 എന്ന ഭൂരിപക്ഷത്തിലേക്ക് 481 എന്ന ഭൂരിപക്ഷത്തിലേക്ക് ഉമാ തോമസ് കുതിച്ചെത്തുന്നു. ഓരോ നിമിഷവും വോട്ട് നില വർദ്ധിപ്പിക്കുന്നു, ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നു. അതിനിടയ്ക്ക് LDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണം വന്നു കഴിഞ്ഞു. വ്യക്തിപരമായ പരാജയമല്ല, അത് ആ തരത്തിൽ ഉമയെ അഭിനന്ദിക്കുന്നു ജോസഫ്. ഇടത് കേന്ദ്രങ്ങളടക്കം തേരോട്ടം നടത്തുന്നു. കാർത്തികിനോടുകൂടി നമുക്ക് ചോദിക്കണം. നേരത്തെ കാർത്തിക്കാണ് ഇനി ബാക്കിയുള്ള എണ്ണാൻ ബാക്കിയുള്ള വോട്ടുകളെ കുറിച്ചുള്ളൊരു സൂചന നൽകിയത്. അതുകൊണ്ട് തന്നെ കൗതുകരമായ 1-2 കാര്യങ്ങൾ കൂടി ഇനി അറിയാനുണ്ട്. നമ്മുടെ കൈവശമുള്ള കണക്കനുസരിച്ചാണെങ്കിൽ ആദ്യ തെരഞ്ഞെടുപ്പിൽ 65,854 വോട്ടാണ് ബെന്നി ബെഹനാൻ നേടിയത്. വളരെ വലിയ ശതമാനം, 55.88 എന്നുള്ള ശതമാനം. ഇനി അറിയാനുള്ളത് ഭൂരിപക്ഷം 20,000 കടക്കുമോ? ബെന്നി ബെഹനാൻ നേടിയ ആ വോട്ട് നില പിന്നീട് PT തോമസിന് പിന്നെ 74.71% വോട്ട് പോളിംഗ് നടന്നപ്പോഴും 61,000-ആയി ആ വോട്ട് കുറഞ്ഞിരുന്നു. കാർത്തിക് ഈ റൗണ്ടിന്റെ കണക്കും ഇനി എത്ര ബാക്കിയുണ്ടെന്നുള്ള ഒരു സൂചനയും നൽകാമോ? VR കാർത്തിക് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഒരുപക്ഷെ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് തന്നെ ഉമ എത്തും എന്ന് ഈ ഘട്ടത്തിൽ കണക്കാക്കണം. കാരണം 22,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ ആയിരിക്കുന്നു. ഏതാണ്ട് 20,000-ഓളം വോട്ട് ഇനിയും എണ്ണാനുണ്ട്. അവസാന റൗണ്ടിൽ 5,002 വോട്ടുകൾ, 8 ബൂത്തുകളിലെ 5,002 വോട്ടുകളാണ് അവസാന റൗണ്ടിൽ എണ്ണാനുള്ളത്. ഇതടക്കം ഉള്ള മേഖലകളിൽ UDF വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന മേഖലകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പറയാം, ബെന്നി ബെഹനാന് 2011 ലഭിച്ചത് മറികടന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃക്കാക്കര നിയമസഭാ മണ്ഡലം കണ്ടതിൽ വെച്ച് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് ഉമ എത്തുന്നു എന്നാണ് നിലവിലെ കണക്കുകൾ
വ്യക്തമാക്കുന്നത്. ആദ്യ റൗണ്ട് മുതൽ തുടങ്ങിയ ലീഡ് 10ാം റൗണ്ടിൽ എത്തുമ്പോഴും അതേപടി നിലനിർത്തുന്നു. ഒരു ഘട്ടത്തിലും LDF സ്ഥാനാർത്ഥിക്ക് മുന്നോട്ട് വരാനായില്ല. എന്നാൽ LDFന് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അവർക്ക് ലഭിച്ച വോട്ടുകളിൽ കാര്യമായ കുറവുമില്ല. 2020 അടക്കമുള്ള പാർട്ടികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ റൗണ്ട് കാർത്തിക് UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ തന്നെയാണോ? അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് ഉള്ളത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ അവസാന വാർഡുകളാണ് ഈ കാക്കനാട്, തെങ്ങോട്, കുഴിക്കോട്, ചിറ്റേത്തുകര അടക്കമുള്ളവ. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ്, സഹകരണ റോഡ്, തോപ്പിൽ സൗത്ത് എന്നീ വാർഡുകളും ഇതിൽ ഉൾപ്പെടും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ UDFന്റെ സിറ്റിംഗ് വാർഡുകളാണ്. അതോടൊപ്പം തന്നെ LDFന്റെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ച വാർഡുണ്ട്. കെന്നഡി മുക്ക് അടക്കമുള്ള വാർഡുകൾ അതിലും നിലവിൽ UDFനാണ്. ആ പ്രദേശങ്ങളിലെ അടക്കം വോട്ടുകൾ ഇനി എണ്ണാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫലസൂചനകൾ വെച്ച് പറയുന്നത് ഒരുപക്ഷെ തൃക്കാക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചരിത്ര ഭൂരിപക്ഷത്തിലേക്കാണ് ഉമ ഇപ്പോൾ. ഒരു കാര്യം കൂടി, 65,000-ത്തിലധികം വോട്ടുകളാണ് ബെന്നി ബെഹനാൻ ആദ്യവട്ടം നേടിയത്. 65,854 വോട്ട്. ഇനി ഒരു കൗതുകം, ഇനി കണക്കിലെ കൗതുകം മാത്രമാണല്ലോ ബാക്കി. ചിത്രം വ്യക്തമാണ്. അതിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയുണ്ടോ? എത്ര വോട്ട് ഇനി എണ്ണാൻ ബാക്കിയുണ്ട്? 20,000-ൽ താഴെ വോട്ടുകൾ ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത കണക്കുകൾ പ്രകാരം ഏതാണ്ട് 52,000-ലധികം വോട്ട് ഇപ്പോൾ തന്നെ നേടിയിരിക്കുന്നു. സ്വാഭാവികമായും 20,000-ത്തോളം വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ട്. അതിൽ 10,000-ത്തോളം വോട്ടുകൾ എങ്കിലും നേടാനായാൽ ഒരു പക്ഷേ ബെന്നി ബെഹനാന് ആകെ ലഭിച്ച വോട്ടുകളെക്കാൾ കൂടുതൽ വോട്ട് ഉമയ്ക്ക് ലഭിക്കും. നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏതായാലും ഭൂരിപക്ഷത്തിൽ ഒരു ചരിത്രം തന്നെ ഉമ സൃഷ്ടിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.